പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ശ്ലീഹ കാലത്തിന്റെ 6ാമത്തെ ആഴ്ചയാണിത്. ഈ ദിവസത്തിന്റെ ഈ ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ ഇന്ന് ഈ തിരുവചനം ധ്യാനിക്കുന്നത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെ വാക്യങ്ങൾ. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയുടെ ഒരു 2ാം ഭാഗമാണിത്. ആദ്യ ഭാഗത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ 2ാം ഭാഗത്തിൽ ശിഷ്യരുടെ പ്രസംഗം മൂലം ഈശോയിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ഒന്നിക്കാനുള്ള കാരണം, അതിനുള്ള വഴി ഈശോയാണെന്നാണ് ഈശോ ഇവിടെ പ്രത്യേകമായി നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞല്ലോ, ലോകം ഒന്നായിരിക്കുന്നു, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും, കരളുകൊണ്ടല്ല. ഹൃദയം കൊണ്ട് ചേരാത്തതിനെ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകൾ കൊണ്ട് മാത്രം ഈ ലോകം ഒന്നായിരിക്കുകയും മനസ്സുകൊണ്ട് അകലുകയും ചെയ്യുന്നതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന വരികളാണിത്. ഹൃദയം കൊണ്ട് ഈശോ മൂലം എല്ലാവരും ഒന്നാകുന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ട് അകന്നിരിക്കുന്ന മനസ്സാണ്, ഹൃദയമാണ് നമുക്ക് പലർക്കും. നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റാത്ത, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റാത്ത, അകന്നിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകമായി പരിശോധിക്കാം ഇന്നത്തെ ദിവസം. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലുള്ളവരോട് തന്നെ ആയിരിക്കാം, നമ്മുടെ ഉറ്റ സുഹൃത്ത് ബന്ധത്തിന്റെ വലയത്തിലുള്ളവരോടായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോടായിരിക്കാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ളവരോടായിരിക്കാം. നമ്മൾ ശാരീരികമായി അവരോട് പലപ്പോഴും അടുത്തു വരികയും ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്നെങ്കിലും മനസ്സുകൊണ്ട് അകന്നാണിരിക്കുന്നതെങ്കിൽ ഈശോ ഇന്ന് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിലും ഏറെ പ്രസക്തി ഉണ്ടാവുകയാണ്. ഞാൻ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവരോടടുത്താണോ, അതുമൂലം ഞാൻ ഈശോയുടെ ഹൃദയത്തോടടുത്താണോ എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ മാനുഷികമായ വീഴ്ചയിൽ പലപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൽ നിന്നും ഹൃദയം കൊണ്ട് അവരോട് അടുത്തിരിക്കുന്നതിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈശോയുടെ നല്ല മാതൃക കാണുന്നു. എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഈശോ ചെയ്ത ഒരു കാര്യം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് അവരോട് നീരസം തോന്നി ഞങ്ങൾ അകന്നിരിക്കുന്നെങ്കിൽ ആ നീരസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറാനും അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറാനും, അങ്ങനെ വീണ്ടും ഹൃദയം കൊണ്ട് അടുത്ത് ഈശോ വഴി, ഈശോയുടെ സന്ദേശം വഴി, ഈശോയുടെ സുവിശേഷം മൂലം എല്ലാവരും ഒന്നിക്കാനും, ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന ആ ചിന്തയിൽ, എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന ഏകോദര സഹോദര ചിന്തയിൽ ഒന്നിക്കുവാനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.